ഹായ് ഫ്രണ്ട്സ്, വലതുവശത്തെ കള്ളൻ എന്ന മൂവിയുടെ റിവ്യൂവായിട്ടാണ് വന്നിരിക്കുന്നത്. ജീത്തു ജോസഫിന്റെ ത്രില്ലർ മൂവിയാണ്. ബിജു മേനോനാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു നടൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, മോഹം, ലക്ഷ്യം. അതിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ ഒരു നിലയിലാണ് ഞാൻ ഇപ്പൊ കാണുന്ന മൂവികളെയൊക്കെ നോക്കി കാണുന്നത്. ഡീൻ തോമസ് ഏലൻ എന്നാണ് റൈറ്ററുടെ പേര്. റൈറ്റർ വല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് സിനിമയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഒരു സിനിമ കാണുമ്പം ഞാൻ എപ്പോഴും നോക്കുന്ന ആദ്യത്തെ 20 മിനിറ്റ്സ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. കാര്യം ആദ്യത്തെ 20 മിനിറ്റ്സിൽ കഥയിലേക്ക് എങ്ങനെ അത് എൻ്റർ ചെയ്യുന്നത് നോക്കിയിട്ടാണ് സിനിമയുടെ ബാക്കിയുള്ള എല്ലാ കാഴ്ചയും നമ്മൾ കാഴ്ചക്കാരിലേക്ക് എത്തുന്നത്. ഇത് ഫസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ട് അദ്ദേഹം കഥയെ വ്യക്തമായ രീതിയിൽ തന്നെ പ്ലോട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2 കഥാപാത്രങ്ങൾ, പ്രധാനമായിട്ടും ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു CI ആണ്. ആന്റണി സേവ്യർ എന്ന പോലീസുകാരനും സാമുവൽ ജോസഫ് എന്ന ഒരു ടെക്കിയുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ക്ലാഷാണ്. എന്നാൽ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി എൻ്റെ ഡിഫറെന്റ് ആണ്. ആദ്യത്തെ 20 മിനിറ്റ്സിനകത്ത് തന്നെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കഥാപാത്രമാണ് ആന്റണി സേവ്യർ എന്ന് പറഞ്ഞ പോലീസുകാരൻ. ആ പോലീസുകാരൻ എന്ന് വെച്ചാൽ വില്ലൻ ആണെന്നുള്ളത് അദ്ദേഹത്തെ കാണിക്കുമ്പോഴൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. വില്ലൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ സിനിമയിൽ ഇല്ല. വില്ലൻ നായകൻ എന്നുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതികളെ പൊളിച്ചെടുക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് വില്ലൻ എന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തെ കാണിക്കുന്ന അവസരത്തിലൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ആ 20 മിനിറ്റ്സ്, ഫസ്റ്റ് 20 മിനിറ്റ്സിൽ ഇദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ CIയുടെ കസേരയിൽ ഇരിക്കുന്നു. തൊട്ട് എതിർവശത്തായിട്ട് ഒരു യുവതിയും അവരുടെ മകളുമായിട്ട് ഇരിക്കുന്നത്. ആ മകളുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. അപ്പൊ ആ മകളുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടി, ഞാൻ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ശ്രദ്ധ എന്നാണ് പേരെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയുടെ അഭിനയം എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ്. കാര്യം അവര് ഓരോ എക്സ്പ്രഷൻസ് ഇടുന്നതും കരയുമ്പോൾ തന്നെ അതിന്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ആ കഥാപാത്രത്തിന്റെ ഒരു കുറ്റം ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോഴും ഞാനല്ലാതെ ചെയ്തതെന്ന് അതിന്റെ എക്സ്പ്രഷനിലൂടെ തന്നെ അത് വെളിവാക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ പോലീസുകാരൻ CI ആന്റണി സേവ്യറുടെ ആറ്റിറ്റ്യൂഡ്, അതിൽ നിന്നാണ് നമ്മൾ പ്രേക്ഷകർ ഊഹിച്ചെടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ശരിക്കും ആദ്യത്തെ 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആ സീക്വൻസ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്തായിരിക്കണം എന്നുള്ള ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബിജു മേനോന്റെ ക്യാരക്ടർ. തൊട്ടടുത്ത 5 മിനിറ്റിൽ തന്നെ ജോജു കഥയിലെ വീടെന്നുള്ള ആ പാട്ട് വരുന്നു. അതിനുശേഷം ആ പാട്ട് മുറിച്ച് തന്നെ സംഭാഷണങ്ങളുണ്ട്. ജോജുവിന്റെ സാമുവൽ ജോസഫ് എന്ന ക്യാരക്ടർ ഒരു എത്തിക്കൽ ഹാക്കറാണെന്നുള്ള കാര്യവും പ്രേക്ഷകർക്ക് വെളിവാകുകയാണ്. ഈ 2 ക്യാരക്ടേഴ്സിനെയും ആദ്യത്തെ 20-25 മിനിറ്റ്സിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഥയിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ഇട്ട് കൊടുത്തു. അത് ശരിക്കും ഇതാണ് കഥാകൃത്തിന്റെ ആ വിജയം എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സീക്വൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം പിന്നീട് കഥയിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നൊരു പോക്കാണ്. ഇന്റർവെൽ വരെ നല്ല രസകരമായിട്ട് ത്രില്ലിംഗ് മൂഡിൽ പോയ കഥ ഇന്റർവെലിന് ശേഷം കുറച്ച് ഭാഗത്ത് വന്നിട്ട് ഒരു കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം തോന്നുന്നൊരു ഘട്ടം എത്തുമെങ്കിലും പക്ഷെ അത് അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് ക്ലൈമാക്സിലോട് എത്തുന്നത് നല്ല രീതിയിലുള്ള ത്രില്ലിംഗ് എലമെന്റ് സമ്മാനിച്ചുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് കഥ അവസാനിക്കുന്നത്. അതായത് ഇടയ്ക്ക് നമുക്ക് പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ആണ് ഇന്റർവെലിന് ശേഷം വരുന്ന സീൻസ് മൊത്തം. അതിനകത്ത് ചില സീൻസിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നി. എനിക്ക് പേഴ്സണലി എന്റെ അനുഭവമായിരിക്കും അത്. എനിക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ ബുദ്ധിമുട്ടുള്ള ചില സീൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഒരിക്കലും എഴുത്തുകാരന്റെ പിഴവെന്ന് പറയാനൊന്നും പറ്റില്ല. കാര്യം അദ്ദേഹത്തിന്റെ ആ മെയിൻ ഗെയിമായിട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഗെയിം ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ശരിക്കും ഒരു ഓർഡിനറി മൂഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി അല്ല അത്. ഒരു ഗെയിം ത്രില്ലർ എന്നുള്ള രീതിയിൽ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് കഥ. അപ്പൊ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു കൊറിയൻ സിനിമകളുടെയൊക്കെ സ്വാധീനം ഇതിനകത്ത് ഉണ്ടെന്നൊരു ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. കൊറിയൻ സിനിമകള് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മരണത്തിന് ശേഷമുള്ള പ്രതികാരം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കഥ പോകുന്നുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ശരിക്കും ഇടയ്ക്ക് ഒന്ന് കയ്യൊന്ന് പോയെന്ന് തോന്നിയെങ്കിലും പിന്നീട് അത് പെർഫോമൻസ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച് പെർഫോമൻസ് കൊണ്ട് തന്നെ കയ്യിലെടുത്തുന്നുള്ളതാണ്. ജീത്തു ജോസഫിന്റെ മേക്കിംഗ് സ്റ്റൈല് ശരിക്കും കഴിഞ്ഞ സിനിമയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആസ്വാദനത്തിൽ. മിറാജ് എന്ന് എഴുതി മിറാഷ് എന്ന് വായിക്കുന്ന സിനിമ, അത് ആസിഫ് അലിയുടെ സിനിമയിൽ ചില ലിങ്ക്സ് കണക്ട് ആവാതെ ഉണ്ടായിരുന്നു. അത് പിന്നെ അത് കൂടാതെ കുറച്ച് ആസ്വാദനത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ആ സിനിമ എടുത്ത് കഴിഞ്ഞു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇന്റർവെലിന് ശേഷം ചില പോർഷൻസിൽ അങ്ങനെ ചില ഫീലിങ്സ് ഉണ്ടായെങ്കിലും ക്ലൈമാക്സിനോട് അടുപ്പിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ പോപ്കോണൊക്കെ വെളിച്ചിരുന്ന സിനിമ കാണുന്നവര് വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ പല ട്വിസ്റ്റുകളും പല അന്വേഷണത്തിന്റെ മുഹൂർത്തങ്ങളും സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ കഥ പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇന്റർവെലിന് ശേഷമുള്ള സിനിമ വാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം മൊത്തത്തിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു സിനിമ. വ്യത്യസ്തമായ സിനിമയാണ്.
പിന്നെ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ എനിക്കിപ്പം ഈ സിനിമയിലെ ഈ റിവ്യൂ ഇങ്ങനെ ചെയ്തെടുത്തതിന് വേണ്ടി നമുക്ക് ആർക്കും തന്നെ ഒരു രീതിയിലും ഉള്ള ഒരു സ്വാധീനത്തിനും വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ ഈ ഒരു ചാനലിൽ ഇടുന്നത്. എന്ന് മാത്രമല്ല, ഇതുവരെ ഒരു സിനിമയുടെ റിവ്യൂ അങ്ങനെയൊന്നും ഫേസ്ബുക്കിൽ പോലും എഴുതിയിട്ടില്ല. ഞാൻ വളരെയധികം എന്നെ സ്പർശിച്ച സിനിമകളുടെ മൂവി മാത്രമാണ് ബ്ലോഗിലായാലും ഫേസ്ബുക്കിലായാലും എഴുതിയിട്ടുള്ളത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം എഴുതിയത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആയിട്ടല്ല, അതിൽ ആ ദിലീപിനെതിരെയുള്ള ഹേറ്റ് ക്യാമ്പിനെതിരെ ഉള്ള ഒരു പ്രസ്താവന എന്ന നിലയിലാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള മൂവിയെ പറ്റിയിട്ട് എഴുതിയത്. പിന്നീട് വന്നപ്പം എക്കോ എന്ന മൂവിയെ പറ്റി എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഈ മൂവിയാണ്. അപ്പൊ ഞാൻ വളരെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ 10-15 മൂവികൾ മാത്രമാണ് ശരിക്കും സ്പർശിച്ച് കടന്നു പോകുന്ന സിനിമകൾ. ബാക്കിയൊക്കെ ജസ്റ്റ് വന്നു പോകുന്ന സിനിമകളാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു മൂവി റിവ്യൂ ചെയ്യുമ്പം ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ വാണിജ്യപരമായ ഒരു ഉദ്ദേശവും തന്നെ ഇതിന് പിന്നിലില്ല എന്നുള്ളതാണ്. ഒന്നാമത് നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ്, അത് 100 ചില്ലാനം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അത് ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും വാണിജ്യപരമായ ഒരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. കാര്യം as long as I continued in my service, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മോണിറ്റൈസേഷൻ വന്നാൽ പോലും അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ ഒട്ടും തന്നെ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് സമൂഹ മാധ്യമത്തിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഒരു മൊബൈൽ എന്നാണ് വന്നത്. 2003-2004 കാലഘട്ടത്തിലാണ് ഒരു മൊബൈൽ എന്റെ കയ്യിലേക്ക് വന്നത്. എന്റെ കയ്യിലേക്ക് നല്ല നമുക്ക് ചുറ്റും ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഒരു നോക്കിയയുടെ 3310 എന്ന് പറയുന്ന വലിയൊരു സെറ്റാണ് വന്നത്. ആ സെറ്റ് വന്നു. അന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാണ് പോസ്റ്റ്മാനായിട്ട്. ആ സമയത്ത് ഗവൺമെന്റ് തന്നെ തന്ന ഒരു സിമ്മാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു കോൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒന്ന് 2 രൂപ ചില്ലറ പൈസ ആവുന്ന കാലഘട്ടമായിരുന്നു. പിന്നെ ആ കാലഘട്ടം മാറി വന്ന് സ്മാർട്ട് ഫോൺ ആയി. അങ്ങനെ ആ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ നീങ്ങണം എന്നുള്ളത് കൊണ്ടാണ് മാത്രമാണ് ഇത്തരത്തിലുള്ള സംവേദന മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അത് തന്നെ പിന്നീട് ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ചെറുകഥകൾ എഴുതുകയുണ്ടായി. അത് പിന്നെ ബ്ലോഗിലേക്ക് വന്നു. ബ്ലോഗിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തി. ഒരു ചെറുകഥ തന്നെ ജസ്റ്റ് കുറെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരമാണ് അതിൽ നിന്നൊക്കെ ഉണ്ടായത്. ശരിക്കും നമ്മുടേതായിട്ടുള്ള വിഷമങ്ങളും ആകുലതകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഇടമായിട്ടാണ് സോഷ്യൽ മീഡിയ ആയാലും ഈ യൂട്യൂബിനെ ആയാലും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അത് നമ്മുടെ ഒന്നിന്റെയും ലംഘനമാകാത്ത രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്തു വരുന്ന ഒരു കൂട്ടത്തിലാണുള്ളത്. എൻ്റെ ബാല്യകാല അനുഭവങ്ങളെല്ലാം തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എൻ്റെ അച്ഛൻ നമശിവായം പൊന്നൂർ രാമരായ തിയേറ്ററിലെ ഫിലിം ഓപ്പറേറ്റർ ആയിരുന്നു. കുട്ടിക്കാലത്ത് എല്ലാ സിനിമകളും എനിക്ക് കാണാനുള്ള അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി എഴുതണമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെയാണ് എൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ. ആ ഒരു ലക്ഷ്യവുമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കാണുന്ന സിനിമകളെയൊക്കെ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു രചയിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ പ്രശസ്ത ആക്ട്രസ് ആയിട്ടുള്ള മഞ്ജു പിള്ള മേഡത്തിന്റെ പിള്ളൈസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പ് ആയിരുന്നു. മുരളി മേനോൻ സാറായിരുന്നു എൻ്റെ ട്രെയിനർ. അപ്പൊ അന്നൊക്കെ അദ്ദേഹം പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് സിനിമ കാണേണ്ടത്. അന്ന് ഞങ്ങൾക്ക് യവനിക എന്ന് പറഞ്ഞ മൂവി, കൊടിയേറ്റം എന്ന് പറഞ്ഞ മൂവി, രണ്ടും ക്ലാസിക് മൂവികളാണ്. അത് രണ്ടും ഞങ്ങൾ അന്ന് അവിടെ കാണിച്ചിരുന്നു. സോ ആ ഒരു കാഴ്ചപ്പാടിലാണ് സിനിമയെ നോക്കിക്കാണുന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇത്തവണ മുതൽ ആണ് ഇങ്ങനെ ഒരു മാറ്റം. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു വീഡിയോ സാർത്ഥകമാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സംസാരിക്കാൻ വേദികൾ കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ വേദികൾ വളരെ കുറവായിട്ടാണ് കിട്ടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അത്തരം ചില വേദികൾ ഞാൻ എൻ്റെ സ്വയം ഇടത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഈ ഇതുപോലുള്ള വീഡിയോകൾ. ചില ബുക്ക് റിവ്യൂകളായിട്ടും ചില സിനിമ റിവ്യൂകളായിട്ടും ചില ചെറുകഥകൾ പോലും ഈ രീതിയിൽ AI ഒക്കെ വെച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് വോയിസ് ഓവർ ചെയ്യിച്ചിട്ട് ചെറുകഥകൾ പോലും ഇങ്ങനെ ചെയ്ത് യൂട്യൂബിൽ ഇടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാധ്യമമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും തന്നെ ബുക്ക് ഇപ്പൊ ആരും അങ്ങനെ വായിക്കപ്പെടുന്നില്ല. മീൻസ്
ദൃശ്യമാധ്യമങ്ങളോടുള്ള വലിയൊരു പ്രതിപത്തി ഇപ്പൊ സമൂഹത്തിലുണ്ട്. കൊച്ചുകുട്ടികളായാൽ പോലും വായന കുറയുന്നു, സ്ക്രോളിംഗ് ആണ്, എല്ലാവരും റീൽസ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കാലത്തിനനുസരിച്ച് ഒരു അപ്ഗ്രഡേഷൻ നടത്തേണ്ടതുണ്ടെന്ന് തോന്നലിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനിടയായത്. സോ തുടർന്നും അതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകും. അതിലെല്ലാം വേണ്ട പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.